ഇഡ്ഡലിയും ദോശയും ഒന്നും നമുക്കൊന്നും ഒരു പുതുമയുള്ള റെസിപ്പി അല്ലല്ലോ. പക്ഷെ നമുക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നത് പോലെ പണ്ടൊക്കെ പൂവരിശിന്റെ ഇലയിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്ന ഗാർഡന്റെ സൈഡിലൊക്കെ പൂവരിശിന്റെ മരമൊക്കെ ഉണ്ട്. അങ്ങനെ അധികം പൊടിയടിക്കാത്ത സ്ഥലത്തുനിന്ന് പൂവരിശില കിട്ടിയപ്പം ഈ ആഴ്ച എന്ന ഇഡ്ഡലി പൂവരിശിന്റെ ഇലയിൽ ഉണ്ടാക്കുമ്പം അതൊരു പ്രൊസീജിയർ മുഴുവൻ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. കുറച്ചധികം നാളുകളായിട്ട് പിന്നെ അരി കൊണ്ട് മാത്രമുള്ള ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. റാഗിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. റാഗി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയും ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അത്ര ഒരു ഇഷ്ടമില്ല. അതുകൊണ്ട് ഇഡ്ഡലിക്ക് ദോശയ്ക്കും ഒക്കെ എപ്പോഴും അരിയും റാഗിയും സമാസമം എടുത്തിട്ട് അങ്ങനെയാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളത്. റേഷ്യോ ഒക്കെ സാധാരണ ഇഡ്ഡലിയും ദോശയും പോലെ തന്നെയാണ്. 1 കപ്പ് പച്ചരിയും അതുപോലെ തന്നെ 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊപ്പം 1 കപ്പ് ഉഴുന്നും പിന്നെ 1 സ്പൂൺ ഉലുവയുമാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാവരും ഉഴുന്നും അരിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർക്കാൻ വെക്കുന്നതും അരയ്ക്കുന്നതും പിന്നെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉള്ളത്. പക്ഷെ ഞാനെപ്പോഴും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് വെക്കാറുള്ളത്. പിന്നെ ഈ റാഗി അതുപോലെയുള്ള മില്ലറ്റ് ഐറ്റംസിനൊക്കെ ഒരുപാട് പൊടിയൊക്കെ കരടും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളതെല്ലാം വൃത്തിയാക്കി ഒരുപാട് തവണ കഴുകുന്ന വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അരിയും ഉഴുന്നും റാഗിയും ഒക്കെ ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം പിന്നെ അരയ്ക്കുമ്പോൾ ഞാൻ ഒന്നിച്ച് തന്നെയാണ് അരച്ചത്. അതിൻ്റെ കൂടെ ചോറ് ചേർക്കുന്നവരുണ്ട്, അവലും ചേർക്കുന്നവരുണ്ട്. ഒരാഴ്ചത്തേക്കിനൊക്കെ ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പം നമ്മൾ ചോറിനേക്കാളും അവൽ ചേർക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇതിപ്പം ഞാനൊരു ദിവസത്തേക്കിന് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2 ദിവസത്തേക്കിനുള്ള ബാറ്റർ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പം ചോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 കപ്പ് നിറച്ച് ചോറൊന്നും എടുത്തിട്ടില്ല, ഒരു 3/4 കപ്പ് ചോറ്. എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് ഞാൻ അരച്ച് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ സെപ്പറേറ്റ് കൺസിസ്റ്റൻസിയിലൊക്കെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെയാണ് മോസ്റ്റ്ലി ഉള്ളത്. പക്ഷെ ഞാൻ ആ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ തന്നെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വെള്ളം ചേർക്കാതെ. പിന്നെ ആ മിക്സിയിൽ അരച്ചെടുത്തതിൻ്റെ മാവ് കഴുകിയെടുക്കാനുള്ള കുറച്ച് വെള്ളം മാത്രമാണ് എക്സ്ട്രാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതേ ബാറ്റർ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ബാറ്റർ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ തവി കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യാറുള്ളത്. നന്നായിട്ട് തവി കൊണ്ട് അടിച്ച് പതപ്പിച്ച് വെക്കണം. ഇഡ്ഡലി ദോശ അപ്പം അതിനൊക്കെയുള്ള ബാറ്റർ നമ്മൾ രാത്രിയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഉപ്പും കൂടെ ചേർത്ത് വെക്കുന്നവരുണ്ട്. അല്ലാതെ രാവിലെ നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചേർക്കുന്നവരുമുണ്ട്. ഞാൻ രാവിലെ മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഈ ബാറ്റർ രാത്രിയിൽ വെക്കുമ്പം കുറച്ച് സേഫായിട്ട് ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് വെക്കാറുള്ളത്. കാരണം രാവിലെ ആകുമ്പോൾ പുളിച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാവും കൂടെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പുളിച്ച് രാവിലെ പുറത്തേക്കൊക്കെ ചാടിയ മാവൊക്കെ, പ്ലേറ്റിൽ വീണ മാവൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും പാത്രത്തിലൊക്കെ ആക്കി എല്ലാം നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ. റാഗിയും അരിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഈ ഒരു ഇഡ്ഡലി ദോശയുടെ ഭംഗിയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ തന്നെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത്. ഇപ്പോഴൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഇഡ്ഡലി തട്ടുകളുടെ കൂടെ കിട്ടുന്നതാണ് ഈ ഒരു ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടും കൂടെ. പിന്നെ ക്ഷമയില്ലാത്തവർക്കൊക്കെ ക്ഷമ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ ചെറിയ ഓരോ കുഴികളിലും പുറത്തെങ്ങും ആകാതെ മാവ് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. സാധാരണ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ മടിയുള്ള കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ഒരു ചെറിയ ഇഡ്ഡലി തട്ട് ഒരു വലിയ ഉപകാരം തന്നെയാണ്. ചെറിയ ചെറിയ ഇഡ്ഡലികൾ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടാവും. ഇതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ നാട്ടിലൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൂവരിശിന്റെ ഇല.
പൂവരിശല നന്നായിട്ട് കഴുകി നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് അതൊന്ന് വാടിക്കഴിയുമ്പോഴാണ് ഇഡ്ഡലി കോരി ഒഴിക്കേണ്ടത്. പിന്നെ ഇലയിലായതുകൊണ്ട് നമ്മുടെ ആ ഒരു സാധാരണ ഇഡ്ഡലിത്തട്ടിൽ കോരി ഒഴിക്കുന്നത് പോലെയുള്ള റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടാറില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ പൂവരിശില ഇങ്ങനെ കാണുമ്പോൾ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് രുചി തോന്നിയത് കൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി ഇഡ്ഡലി ഉണ്ടാക്കിയത്. ഇഡ്ഡലി, സാമ്പാർ, ദോശ, ചട്നി അതാണെന്ന് തോന്നുന്നു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് പറയുന്നല്ലേ. പക്ഷെ ദോശയുടെ കൂടെ കടലക്കറി, ദോശയും കടലക്കറിയുമാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. നാട്ടിലൊന്നും അധികം അങ്ങനെ ഈ പൊട്ടുകടല ചേർത്ത് എല്ലാവരും ഒന്നും ചട്നി ഉണ്ടാക്കാറില്ല. എന്നാലും ഇപ്പൊ പലരും പൊട്ടുകടലയും കൂടെ ചേർത്താണ് ചട്നി ഉണ്ടാക്കുന്നത്. പൊട്ടുകടല ചേർത്തുണ്ടാക്കുമ്പം എപ്പോഴും ഞാൻ പച്ചമുളക് ചേർത്തിട്ട് വെളുത്ത ചട്നി ആയിരുന്നു ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം വറ്റൽമുളക് ചേർത്തിട്ടാണ്, തേങ്ങ ചിരകി എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്തേക്കുന്നത്. തേങ്ങാക്കൊത്തും ഉള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും ഉപ്പും ഒക്കെ ചേർത്താണ് ചട്നി അരച്ചേക്കുന്നത്. സാമ്പാറൊക്കെ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഓരോ കളറിലാണ് എനിക്ക് കിട്ടാറുള്ളത്. ചിലപ്പം ഉപയോഗിക്കുന്ന മസാലയുടെ, മുളക് പൊടിയുടെ ഒക്കെ കളറിന്റെ അനുസരിച്ചായിരിക്കും. അരിയും റാഗിയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കളറും, പിന്നെ ചെറിയ ചെറിയ ഇഡ്ഡലികള്, നമ്മൾ പൂവരിശിന്റെ ഇലയിലുണ്ടാക്കിയ ഇഡ്ഡലി, ഇതെല്ലാം കൂടെ ചേർന്ന് കണ്ടപ്പോൾ തന്നെ വളരെ ഹാപ്പിയായി. ഇഡ്ഡലിക്ക് ഉപയോഗിച്ച അതേ ബാറ്റർ തന്നെയാണ് ദോശ ഉണ്ടാക്കാനും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാ ദോശ അല്ല, ഒരു നെയ് റോസ്റ്റ് ആണ്. നെയ് റോസ്റ്റ് മോസ്റ്റ്ലി മോന് വേണ്ടിയാണ് ഉണ്ടാക്കാറുള്ളത്. സാധാ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മളൊരു നെയ് റോസ്റ്റ് മസാല ദോശയ്ക്കൊക്കെ ദോശമാവ് ഒന്ന് പരത്തി കഴിയുമ്പം ഒരു നല്ല റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് പരന്ന് കിട്ടിക്കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാകും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആവശ്യം പോലെ നെയ്യൊക്കെ ചേർത്ത്, നെയ്യിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ബട്ടർ തന്നെ ആയിരിക്കും. ബട്ടർ ദോശയൊക്കെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുള്ളത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല, നമ്മളെക്കാൾ നന്നായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അവരൊക്കെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പല വെറൈറ്റിയിലുള്ള ദോശ ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കിപ്പം ഉഴുന്നൊന്നും ചേർക്കാതെ തൈരൊക്കെ ചേർത്തും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഇഡ്ഡലി ദോശയൊക്കെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസും കൂടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു കാണാൻ തുടങ്ങിയത്. ഒട്ടും പുതുമയല്ലാത്ത ഒരു റെസിപ്പിയാണെന്നറിയാം. എന്നാലും റാഗിയും അരിയും കൂടെ ചേർത്തുള്ള ആ ഒരു ഇഡ്ഡലി, ചെറിയ ഇഡ്ഡലിയുടെ ഭംഗി, പിന്നെ പണ്ടത്തെ ഓർമ്മയ്ക്ക് പൂവരിശിന്റെ ഇലയിൽ ഉണ്ടാക്കിയ ഇഡ്ഡലി, ഇതൊക്കെ കണ്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്.